എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വർഷം തുടങ്ങുമ്പോൾ ശനിയുടെ സഞ്ചാരം അനുകൂലമായതിനാൽ കന്നിക്കൂറിൽ ജനിച്ചവർക്ക് പഠനം, ജോലി, തൊഴിൽ തുടങ്ങി പല കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടാനും സാധിക്കും. താൽക്കാലിക ജോലിയിലുള്ളവർക്ക് ജോലി സ്ഥിരപ്പെടും. ജോലിയിലുള്ളവർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കും. 2025 മാർച്ച് 29 ശനി ഭഗവാൻ മീനക്കൂറിലേക്ക് മാറുമ്പോൾ കന്നിക്കൂറുകാർക്ക് കണ്ടകശനി കാലം തുടങ്ങുന്നതാണ്. ഈ കാലയളവിൽ പല വെല്ലുവിളികളെയും കന്നിക്കൂറുകാർക്ക് നേരിടേണ്ടി വരുന്നതാണ്. അതിനെ നല്ലൊരു ഭാവിയുടെ അടിത്തറയായി കാണുകയാണെങ്കിൽ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏത് പ്രതിസന്ധികളെയും അനായാസം തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് മന്ദനില അനുഭവപ്പെടും. കൂട്ടായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ കൂട്ടാളിയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ചിലർക്ക് കർമ്മരംഗത്ത് മാറ്റമുണ്ടാകും. ദശാപഹാരങ്ങൾ അനുകൂലമായവർക്ക് ചില അനുകൂല ഫലങ്ങളും ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. ജോലി സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ ഇടയ്ക്കിടെ യാത്രകൾ ചെയ്യേണ്ടി വരുന്നത് മൂലം ക്ഷീണം അനുഭവപ്പെടും. മെയ് മാസം വരെ വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വ്യാഴദശ നടക്കുന്നവർക്ക് ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും. മാത്രമല്ല 9ാം ഭാവത്തിലെ വ്യാഴം കുടുംബത്തിൽ സന്തോഷം, ഐക്യം, സ്നേഹം, സഹകരണം പോലെയുള്ള നിരവധി അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം, അനുകൂലമായ സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, വിജയകരമായ ജീവിതം എന്നിവ ഉണ്ടാകും. മെയ് മാസം 10ാം ഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കുമ്പോൾ ചില ദോഷഫലങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. മെയ് മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന കാര്യതടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മാറുന്നതാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും. കടബാധ്യതകൾ ഉള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. ശത്രുശല്യം കുറയും. ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിവാഹം നടക്കും. നിലവിലെ വിവാഹബന്ധത്തിൽ സ്നേഹവും ഐക്യവും അധികരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും 2025 ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കൂർ ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.